Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ റീസണിംഗ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് MCQs ആണ്. So let us start. First question, which of the following is a statement? അപ്പോൾ roses are black അതാണ് first option. B, mind your own business. C, be punctual. D, do not tell lies. ഇതിൽ ഏതാണ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, റോസസ് ആർ ബ്ലാക്ക്. അപ്പൊ എന്താണ് റീസൺ നമുക്ക് നോക്കാം. സെന്റൻസസ് ഇൻ ബി, സി ആൻഡ് ഡി, അപ്പൊ അതല്ലാത്ത മൂന്ന് കേസസ്, ഓക്കെ, മൈൻഡ് യുവർ ഓൺ ബിസിനസ്, ബി പങ്ക്ച്വൽ, ഡു നോട്ട് ടെൽ ലൈസ്, അതെല്ലാം neither true nor false ആണ് അല്ലെ. all these sentences are pieces of advice, just pieces of advice മാത്രമാണ്. ഓക്കെ, അപ്പൊ ട്രൂ ഓർ ഫാൾസ് അതൊന്നല്ല, ജസ്റ്റ് ഇതേപോലെ ഓർഡർ, അഡ്വൈസ് അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻസ് അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊന്നും സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് പറയില്ല. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നത് റോസസ് ആർ ബ്ലാക്ക്, വാലിഡ് ആയിട്ടുള്ളത് അതാണ് അല്ലെ. അപ്പൊ ആ ഒരു സെന്റൻസ് ആണ് നമുക്ക് ഇവിടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാൻ പറ്റും. Second question, which of the following sentences is not a statement? അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അതേ ടൈപ്പ് ആണ്. A, 8 is less than 6. B, every set is a finite set. C, how far is Chennai from here? D, the sum of two positive numbers is positive. Okay, അതിൽ correct answer option C. നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഏതാ? Which is not a statement എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Question clear ആയി വായിക്കാം. അപ്പോൾ ഇതിൽ 8 is less than 6, every set is a finite set, the sum of two positive numbers is positive. അതെല്ലാം valid ആയിട്ടുള്ള sentences, statements ആണ് അല്ലെ. How far is Chennai from here? ഒരു question exclamation ആണ്. So it does not belong to a statement. Third question, the negation of the statement 7 is greater than 8 is. Negation ഇതിന്റെ not case ആണ് പറയേണ്ടത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A, 7 is equal to 8, B, 7 is not greater than 8, C, 8 is less than 7 and D, none of these. ഇതിലെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അതായത് ഇതിന്റെ ജസ്റ്റ് നോട്ട് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പറയേണ്ടത്. 7 is greater than 8 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 7 is not greater than 8 ആണ് കറക്റ്റ് ആൻസർ. Fourth question, write the negation of the following statements and check whether the resulting statements are true. Okay, അപ്പോൾ അതിൽ ജസ്റ്റ് അതായത് write the negation of the following statements എന്നിട്ട് അതിലെ റിസൾട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ജസ്റ്റ് ചെക്ക് ചെയ്യണം അല്ലെ. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ബി ആണ്. നമുക്ക് നോക്കാം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ, ഓസ്ട്രേലിയ ഇസ് എ കോണ്ടിനെന്റ്. B, there does not exist a quadrilateral which has all its sides equal. C, every natural number is greater than 0. And D, the sum of 3 and 4 is 9. Okay, അപ്പോൾ നമുക്ക് negation of the following statement നോക്കിയിട്ട് ആ കിട്ടുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ചെക്ക് ചെയ്യണം. അപ്പൊ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഏതിലാ കറക്റ്റ് ആയിരിക്കാം? ഓപ്ഷൻ ബി ആണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, അതിന്റെ നെഗേഷൻ എഴുതിയിട്ട് അത് ഏതാണ് ട്രൂ, അപ്പൊ അതാണ് ഇതിലത്തെ കറക്റ്റ് ആൻസർ. ഇപ്പൊ നമുക്ക് നോക്കാം. നമ്മളിപ്പോ ബി ആണ് പറഞ്ഞത് അല്ലെ. ഇപ്പൊ തന്നിരിക്കുന്ന ബി സ്റ്റേറ്റ്മെന്റ് എന്താ? there does not exist a quadrilateral which has all its sides equal. അപ്പൊ അതിന്റെ ജസ്റ്റ് നെഗേഷൻ എഴുതുക. അതായത് there exists a quadrilateral which has all its sides equal. ഇത് ട്രൂ ആണ് അല്ലെ. കാരണം എന്താ? അതായത് ഒരു സ്ക്വയർ, ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോൾ 4 സൈഡ്സ്, അതെന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണ്. കാരണം സ്ക്വയറിന് എല്ലാ സൈഡ്സ് ഈക്വൽ ആണ് അല്ലെ. അപ്പോൾ റിസൾട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിട്ട് കിട്ടി. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഓപ്പോസിറ്റ് കേസ്, നെഗേഷൻ കേസ് നമുക്ക് ട്രൂ ആയിട്ട് കിട്ടി. അപ്പോൾ ബി ആണ് കറക്റ്റ് ആൻസർ. Fifth question, the contrapositive of the statement if P then Q is. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ, ഇഫ് ക്യൂ then P, B, if P then not Q, C, if not Q then not P, D, if not P then not Q. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് കോൺട്രാപോസിറ്റീവ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താ? ഇഫ് പി ദെൻ ക്യൂവിന്റെ എന്ന് പറയുന്നത് പിയും ക്യൂവും ജസ്റ്റ് അതിന്റെ നോട്ട് കേസസ് എടുക്കാം, നെഗേഷൻ എടുക്കാം. അതായത് ഇഫ് നോട്ട് പി നോട്ട് ക്യൂ, അതായത് ഓർഡറും ചേഞ്ച് ചെയ്യണം. ഇഫ് നോട്ട് ക്യൂ ദെൻ നോട്ട് പി, ഇത് ഓൾറെഡി നമ്മൾ തിയറിയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇഫ് പി ദെൻ ക്യൂ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കോൺട്രാ പോസിറ്റീവ് എന്ന് പറയുന്നത് എന്താ? രണ്ടിനെയും നോട്ട് കേസസ് എടുക്കുക. അത് മാത്രമല്ല ഇഫിന്റെ അവിടെ നോട്ട് ക്യൂ ആണ് വരും. ഇഫ് നോട്ട് ക്യൂ ദെൻ not P. Sixth question, the converse of the statement if x greater than y then x plus a greater than y plus a is. ഇതിന്റെ കോൺവേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ, if x less than y then x plus a less than y plus a. B, if x plus a greater than y plus a then x greater than y. C, if x less than y then x plus a greater than y plus a. D, if x greater than y then x plus a less than y plus a.
അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് സ്റ്റേറ്റ്മെന്റ് എന്താ തന്നിരിക്കുന്നത്, ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ ദെൻ എക്സ് പ്ലസ് എ ഗ്രേറ്റർ ദാൻ വൈ പ്ലസ് എ ആണ്. ഒരു കോൺവേഴ്സ് ഓഫ് എ സ്റ്റേറ്റ്മെന്റ്, അതായത് ഈ ഇഫ് ദെൻ കേസ് അല്ലത്. അപ്പൊ ഇഫ് പി ദെൻ ക്യൂ, അപ്പൊ അതാണല്ലോ ഇതിന്റെ മീനിങ് അല്ലെ. ഇഫ് പി ദെൻ ക്യൂ അതാണ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അതിന്റെ കോൺവേഴ്സ് എന്ന് പറയുന്നത് എന്താ, ക്യൂവും പിയും നേരെ തിരിച്ചു. അതായത് ഇഫ് ക്യൂ ദെൻ പി. ക്ലിയർ ആയോ? ഇഫ് ക്യൂ ദെൻ പി കേസ് ആണ് വരിക, കോൺവേഴ്സ് കേസ്. അപ്പോൾ ഇഫ് ക്യൂ അതായത് ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. ദാറ്റ് ഇസ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ എക്സ് പ്ലസ് എ ഗ്രേറ്റർ ദാൻ വൈ പ്ലസ് എ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അതിന്റെ ജസ്റ്റ് കോൺവേഴ്സ് കേസ് എന്തായിരിക്കും, നേരെ തിരിച്ചു. അതായത് പിയും ക്യൂയും നേരെ തിരിച്ചെടുക്കാം. ഇഫ് എക്സ് പ്ലസ് എ ഗ്രേറ്റർ ദാൻ വൈ പ്ലസ് എ ദെൻ എക്സ് ഗ്രേറ്റർ ദാൻ വൈ. അപ്പൊ ആ ഒരു കേസ് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 7th question. The contrapositive of the statement, if Chandigarh is the capital of Punjab, then Chandigarh is in India, is. അപ്പോൾ ഇതിന്റെ കോൺട്രാപോസിറ്റീവ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കോൺട്രാപോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് ഇഫ് പി ദെൻ ക്യൂ എന്ന് പറയുന്നതിൽ ദെൻ ഇഫ് നോട്ട് ക്യൂ ദെൻ നോട്ട് പി, അങ്ങനെയാണ് കോൺട്രാപോസിറ്റീവ് കേസ് വരിക. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. എ, ഇഫ് ചണ്ഡീഗഡ് ഇസ് നോട്ട് ഇൻ ഇന്ത്യ ദെൻ ചണ്ഡീഗഡ് ഇസ് നോട്ട് ദ ക്യാപിറ്റൽ ഓഫ് പഞ്ചാബ്. B, if Chandigarh is in India, then Chandigarh is the capital of Punjab. C, if Chandigarh is not the capital of Punjab, then Chandigarh is not the capital of India. D, if Chandigarh is the capital of Punjab, then Chandigarh is not in India. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഓരോ ഓപ്ഷൻസും ക്ലിയർ ആയി വായിച്ചു മനസ്സിലാക്കണം. അതായത് നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ കോൺട്രാപോസിറ്റീവ് ഓഫ് എ സ്റ്റേറ്റ്മെന്റ് ഇഫ് പി ദെൻ ക്യൂവിന്റെ എന്താണ്, ഇഫ് ക്യൂ ദെൻ ഇഫ് നോട്ട് ക്യൂ ദെൻ നോട്ട് പി, അതാണ് കോൺട്രാപോസിറ്റീവ് കേസ്. അപ്പൊ നമ്മുടെ കേസിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താ, ഇഫ് ചണ്ഡീഗഡ് ഇസ് ദ ക്യാപിറ്റൽ ഓഫ് പഞ്ചാബ് ദെൻ ചണ്ഡീഗഡ് ഇസ് ഇൻ ഇന്ത്യ. അപ്പൊ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ സ്റ്റേറ്റ്മെന്റ്. ഇതിന്റെ നോട്ട് ക്യൂ ദെൻ, അതായത് ഇഫ് നോട്ട് ക്യൂ ദെൻ നോട്ട് പി, അങ്ങനെയാണ് അല്ലെ. സോ ഇവിടെ ഇഫ് ചണ്ഡീഗഡ് ഇസ് നോട്ട് ഇൻ ഇന്ത്യ ദെൻ ചണ്ഡീഗഡ് ഇസ് നോട്ട് ദ ക്യാപിറ്റൽ ഓഫ് പഞ്ചാബ്, ഇങ്ങനെയാണ് വരിക അല്ലെ. അതായത് ഇപ്പൊ ക്യൂ എന്ന് പറയുന്നത് ഈ ചണ്ഡീഗഡ് ഇസ് ഇൻ ഇന്ത്യ എന്നുള്ളൊരു പോർഷൻ ആണ്, അതിന്റെ നോട്ട് കേസ് എടുക്കുക. അതായത് ഇഫ് ചണ്ഡീഗഡ് ഇസ് നോട്ട് ഇൻ ഇന്ത്യ ദെൻ പി എന്ന് പറയുന്നത് ചണ്ഡീഗഡ് ഇസ് ക്യാപിറ്റൽ ആണ്, അതിന്റെ നോട്ട് കേസ് എടുക്കുക. ദെൻ ചണ്ഡീഗഡ് ഇസ് നോട്ട് ദ ക്യാപിറ്റൽ ഓഫ് പഞ്ചാബ്. ക്ലിയർ ആയല്ലോ? Next question. Let P be the statement Ravi races and let Q be the statement Ravi wins. Okay. P എന്ന് പറയുന്നത് Ravi races and Q എന്ന് പറയുന്നത് Ravi wins. Then the verbal translation of negation of P or not Q. Okay. P or not Q. ഇതിന്റെ not case is A, Ravi does not race and Ravi does not win. B, it is not true that Ravi races and that Ravi does not win. C, Ravi does not race or Ravi wins. D, it is not true that Ravi races or that Ravi does not win. Correct answer option D ആണ്. It is not true that Ravi races or that Ravi does not win. അപ്പോൾ ഇതിൽ എക്സ്പ്ലനേഷൻ നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാ, പിയും ക്യൂവും. പി എന്ന് പറയുന്നത് രവി റേസസ് ആൻഡ് ക്യൂ എന്ന് പറയുന്നത് രവി വിൻസ്. അപ്പൊ അതിൽ നോട്ട് ക്യൂ എന്താ വരിക, രവി ഡസ് നോട്ട് വിൻ ആണ് അല്ലെ. ഇനി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താ, പി ഓർ നോട്ട് ക്യൂ കേസ് എടുക്കണം അല്ലെ. അപ്പൊ നോട്ട് ക്യൂ നമുക്ക് കിട്ടി, രവി ഡസ് നോട്ട് വിൻ. അപ്പൊ പി ഓർ നോട്ട് ക്യൂ കേസ് എന്തായിരിക്കും, രവി റേസസ് ഓർ രവി ഡസ് നോട്ട് വിൻ, അതല്ലേ. ഇനി ഇതിന്റെ നോട്ട് കേസ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ നോട്ട് കേസ് എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് നോട്ട് ട്രൂ ദാറ്റ് രവി റേസസ് ഓർ ദാറ്റ് രവി ഡസ് നോട്ട് വിൻ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. 9th question. The negation of the statement P or not Q and Q is. അപ്പോൾ തന്നിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം. A, not P or Q and not Q. B, P and not Q or Q. C, not P and Q or not Q. D, P and not Q or not Q. Correct answer option C ആണ്. നമുക്ക് നോക്കാം. അതായത് തന്നിരിക്കുന്നത് നെഗേഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ ചോദിച്ചിട്ടുള്ളത്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ, പി ഓർ നോട്ട് ക്യൂ ആൻഡ് ക്യൂ ആണ്. അപ്പൊ അതിന്റെ നെഗേഷൻ എടുക്കാം. ക്ലിയർ ആയി? അപ്പൊ അതിന്റെ നെഗേഷൻ എടുക്കുമ്പോൾ ഇവിടെ ഇപ്പൊ നമ്മൾ ജസ്റ്റ് പി ഓർ ആൻഡ് ക്യൂ, പി ഓർ നോട്ട് ക്യൂ എന്ന് പറയുന്നത് നമുക്ക് ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യണം അല്ലെ. അതായത് ഈ നോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പൊ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നോട്ട് ആദ്യത്തെ എക്സ്പ്രഷൻ, അതായത് പി ഓർ നോട്ട് ക്യൂ, പിന്നെ ഈ ആൻഡ് എന്നുള്ളത് ഓർ ആവും, ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്താൽ. ദെൻ ആ നോട്ടും കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ക്ലിയർ ആയല്ലോ? സോ നോട്ട്
P or not Q, പിന്നെ at എന്നുള്ളത് or I not Q. Again നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഈ നോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, or എന്നുള്ളത് ആൻഡ് ആവും. സോ നോട്ട് P ആൻഡ് നോട്ട് Q വരും. ക്ലിയർ ആയി? ഈ നോട്ട് ഓഫ് നോട്ട് Q എന്ന് വരും, അതാണ് Q എന്ന് എഴുതിയിരിക്കുന്നത്. ദെൻ ഈ or എന്നുള്ളത് അതേപോലെ തന്നെ, അതായത് നമുക്കിപ്പോൾ ബാക്കി ടേം സെയിം തന്നെയാണ്. ഒരു മിനിറ്റ്, ഇതൊന്ന് ഇറേസ് ചെയ്തോട്ടെ. അതായത് ഈ ഒരു കേസിൽ മാത്രം നമ്മൾ ഡി മോർഗൻസ് ഈ ഒരു സ്റ്റെപ്പിൽ അപ്ലൈ ചെയ്തു, ബാക്കി രണ്ട് ടേംസ് സെയിം തന്നെ. ക്ലിയർ ആയി? ഈ ഒരു പോർഷന് എഫക്റ്റഡ് ആവുന്നില്ല. നമ്മൾ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് നോട്ട് എടുക്കുമ്പോൾ ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യുന്നത്. സോ നോട്ട് പി, പിന്നെ ഓർ എന്നുള്ളത് ആൻഡ് ആയി, പിന്നെ നോട്ട് ക്യൂ എന്നുള്ളത് ക്യൂ ആയി. ദെൻ ബാക്കി ടേംസ് ഓർ നോട്ട് ക്യൂ അങ്ങനെ തന്നെ എഴുതി. സോ ഇത് വരുന്നത് ഓപ്ഷൻ സി ആണ്. 10th question. For the statement 19 is a real number or a positive integer, then or is A inclusive, B exclusive, C both A and B, D none of this. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് ഇൻക്ലൂസീവ് ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ദിസ് ഓർ ദാറ്റ് ഓർ ബോത്ത് ആണ്. ഓക്കെ, അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുക. ഇൻക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്, എക്സ്ക്ലൂസീവ് എന്ന് പറയുമ്പോൾ ഏത് ദിസ് or that but not both, ഇതാണ് എക്സ്ക്ലൂസീവിന്റെ കേസ് വരിക. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. 19 is a real number or a positive integer. അപ്പൊ ഇവിടത്തെ കേസിൽ 19 റിയൽ നമ്പർ ആണ്, പോസിറ്റീവ് ഇന്റീജർ ആണ്, രണ്ടുമാണ് അല്ലെ. 19 is a real number, ട്രൂ ആണ്, ഓർ പോസിറ്റീവ് ഇന്റീജർ അതും ട്രൂ ആണ്, ഓർ ബോത്ത് രണ്ടും ട്രൂ ആണ്. റിയൽ നമ്പറും പോസിറ്റീവ് ഇന്റീജറും ആണ്, രണ്ട് കേസും ഒരുമിച്ചും ട്രൂ ആണ്. സോ അതിന്റെ മീനിങ് എന്താ? അതായത് അത് ഇൻക്ലൂസീവ് ഓർ കേസ് ആണ്. എക്സ്ക്ലൂസീവില് നോട്ട് ബോത്ത് ആണ് കേസ് വരിക. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കിയിട്ട് ഇൻക്ലൂസീവ് ആണോ എക്സ്ക്ലൂസീവ് ആണോ ചൂസ് ചെയ്യാം. 11th question. The contrapositive of the statement, if a triangle is equilateral then it is isosceles is. അപ്പോൾ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കോൺട്രാപോസിറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A, if a triangle is not isosceles then it is equilateral. B, if a triangle is equilateral then it is isosceles. C, if a triangle is not equilateral then it is isosceles. D, if a triangle is not isosceles then it is not equilateral. Correct answer option D ആണ്. If a triangle is not isosceles then it is not equilateral. അതായത് നമുക്ക് ഓൾറെഡി ഇപ്പൊ നേരത്തെ ഡിസ്കസ് ചെയ്താണ് ഒന്ന് രണ്ട് പ്രോബ്ലംസ് കോൺട്രാപോസിറ്റീവ് എന്താണെന്നുള്ളത്. സോ ഇവിടെ ഇപ്പൊ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ എന്താ? ഇഫ് എ ട്രയാങ്കിൾ ഇസ് നോട്ട് ഐസോസെലസ് ദെൻ ഇറ്റ് ഇസ് നോട്ട് ഈക്വിലാറ്ററൽ അല്ലേ. ഇപ്പൊ ഇഫ് പി ദെൻ ക്യൂ എന്ന് പറയുന്നത്, ഇഫ് പി ദെൻ ക്യൂ എന്ന് പറയുന്നത് നോട്ട് ക്യൂ ദെൻ നോട്ട് പി അല്ലെ. ഇപ്പൊ നോട്ട് ക്യൂ ദെൻ നോട്ട് പി എന്നുള്ളൊരു ഇതാണ് കോൺട്രാസെപ്റ്റീവ് എന്ന് പറയുന്നത്. സോ നോട്ട് ക്യൂ എന്ന് പറയുന്നത് എന്താ? ഇവിടെ ഇപ്പൊ പി എന്ന് പറയുന്നത് ട്രയാങ്കിൾ ഈക്വിലാറ്ററലും ക്യൂ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ഐസോസെലസ് ആണ്. അപ്പൊ നോട്ട് ക്യൂ എന്ന് പറയുന്നത് ദ ട്രയാങ്കിൾ ഇസ് നോട്ട് ഐസോസെലസ്, ദെൻ നോട്ട് പി എന്ന് പറയുന്നത് ദ ട്രയാങ്കിൾ ഇസ് നോട്ട് ഈക്വിലാറ്ററൽ. ഓക്കെ. 12th question. The converse of a statement, if a number n is even then n square is even is. Options are making the A, if a number n square is odd then n is not even. B, if a number n square is even then n is odd. C, if a number n square is even then n is even. D, if a number n is odd then n square is odd. The correct answer option C ആണ്. If a number n square is even then n is even. നമുക്ക് നോക്കാം. അതായത് കോൺവേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് കോൺവേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ? ഇഫ് എ നമ്പർ n is even then n square is even അല്ല. അതായത് ഇഫ് p then q എന്ന് പറയുന്നത് ജസ്റ്റ് ക്യൂവും പിയും റിവേഴ്സ് ചെയ്താൽ മതി. അപ്പൊ ഇഫ് q then p ആണ് കോൺവേഴ്സ് വരാം. അതായത് ഇഫ് നമ്പർ n square is even then n is even. 13th question. The conditional statement of you will get a sweet dish after the dinner is. അപ്പോൾ ഇതിന്റെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A, if you take the dinner then you will get a sweet dish. B, if you take the dinner you will get a sweet dish. Then C എന്ന് പറയുന്നത് you get a sweet dish if and only if you take the dinner. D, none of this. അപ്പോൾ A and B ലെ ഡിഫറൻസ് ആണ്. ഇവിടെ എയിൽ then ഉണ്ട്, സെക്കൻഡിൽ ആ then ഇല്ല. ഇഫ് കണ്ടീഷൻ രണ്ടിലുണ്ട്. തേർഡ് കേസിൽ എന്ന് പറയുന്നത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ഇഫ് ദെൻ കറക്റ്റ് ആയിട്ട് വരുന്നത് എന്താ?
you will get a sweet dish after the dinner ആണ്. അപ്പോൾ അതിന് സ്യൂട്ട് ആയിട്ടുള്ള ഏതാ? If you take the dinner, then you will get a sweet dish. So correct answer option A ആണ്. 14th question. If P and Q are simple statements, P അതായത് ഇത് ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയാറില്ലേ. So not Q is true when A, P is true and Q is true. B, both P and Q are false. C, P is false and Q is true. And D എന്ന് പറയുന്നത് none of these ആണ്. അപ്പോൾ ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. P is false, Q is true. ഓക്കെ, അതായത് ഇതിന്റെ മീനിങ് എന്താ? ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇത് ട്രൂ ആവണമെങ്കിൽ when both P and Q are true or both P and Q are false. അപ്പോൾ hence P അതായത് ബൈ കണ്ടീഷണൽ ദാറ്റ് ഈസ് നോട്ട് ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആവുന്നത് എപ്പോഴാണ്? ഇപ്പൊ നോട്ട് ക്യൂ ആണ് തന്നിരിക്കുന്നത്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ അപ്പൊ തന്നെ ക്യൂ ആണെന്ന് വിചാരിക്കരുത്, നോട്ട് ക്യൂ ആണ്, വെറും ക്യൂ അല്ല, നോട്ട് ക്യൂ ആണ്. സോ പി ട്രൂ ആവുമ്പോൾ നോട്ട് ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കണം, അതായത് പി ഫോൾസ് ആയിരിക്കുമ്പോൾ നോട്ട് ക്യൂ എന്തായിരിക്കണം? ഫോൾസ് ആയിരിക്കണം. മനസ്സിലായോ? അപ്പൊ പി ഫോൾസ് ആണെങ്കിൽ ക്യൂ ട്രൂ, അല്ലെങ്കിൽ പി ട്രൂ ആണെങ്കിൽ ക്യൂ ഫോൾസ്. അപ്പൊ അത് സ്യൂട്ട് ആയിട്ടുള്ള ഒരു കറക്റ്റ് ഓപ്ഷൻ സി ആണ്. Last question. If P, the unit digit of an integer, is 0 and Q, it is divisible by 5, then the biconditional statement P, അതായത് ഇവിടെ ഒരു സിമ്പിൾ ഉണ്ട്, സോറി വിട്ടുപോയതാണ്, PQ is given by options തന്നിരിക്കുന്നത് A, the unit digit of an integer is 0 if and only if it is divisible by 5. B, if the unit digit of an integer is 0, then it is divisible by 5. C, the unit digit of an integer is 0 or it is divisible by 5. D, none of this. The correct answer option A ആണ്. അതായത് P and Q രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ the compound statement P if and only if Q എന്ന് പറയുന്നത് it is formed by joining P and Q by a connective if and only if. അതാണ് ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. സോ ഇവിടെ നമ്മൾ ബൈ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ പി ആൻഡ് ക്യൂ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ യൂസ് ചെയ്യണം, ആ ഒരു കണ്ടീഷൻ നമ്മൾ യൂസ് ചെയ്യണം. സോ ഇഫ് പി ദെൻ ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് ആൻ ഇന്റിജർ 0, പിന്നെ ആൻഡ് ക്യൂ തന്നിട്ടുണ്ട് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 5. അപ്പോൾ ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് അതിന്റെ എന്തായിരിക്കും? ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നുള്ള കണ്ടീഷൻ യൂസ് ചെയ്തിട്ടാണ് അല്ലെ. ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് ആൻ ഇന്റിജർ ഇസ് 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 5. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആൻസർ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, താങ്ക് യു.